ഞാൻ ആരാണ്? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം. പ്രഭാരം കൊട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ. വേണ്ട. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടല്ലില്ല. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം. ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ്. ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും. ലാൽ സലാം. പ്രകാശേട്ടോ, വിവരം അറിഞ്ഞോ? നമ്മുടെ വീടേ പ്രഭേട്ടന്റെ പാർട്ടി ആസ്ഥാനാക്കാൻ പോവത്രേ. മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. അതിപ്പോ ഈ വലിയ വലിയ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ, കൈ വേറെ, കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടന് നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ട എന്തോന്നും മിണ്ടാത്തത് ദേഷ്യ? ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോടൊന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. വേറെ ആരെയും കിട്ടിയില്ല അച്ഛന്. പൊതുവാൾജി മറ്റിക്കാരി അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു എനിക്ക് മനസ്സിലാവാത്തത്. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങൾ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ചെയ്യുന്ന ഞങ്ങൾ ഇത് സഹിക്കില്ലമ്മേ. അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്നാ? എന്നാണോ ഞാൻ പറഞ്ഞത്? ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട, അത്ര തന്നെ. അമ്മേ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി CK ഉമാഭാരതി ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചതാ ലതികയെ വേണേ കെട്ടാമെന്ന്. മൂപ്പർ എപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് അത്രേ. അത് ശരി. നിന്നെ പോലെ തന്നെ വേലയും കൂലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്നു. അമ്മേ, ദേ അവനെന്റെ അളിയനായിട്ട് വരുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് മാനമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടെന്നുള്ളതാ ഇപ്പൊ കുഴപ്പം. ഓ, ഭയങ്കര ജോലി തന്നെ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. അവനൊരു വൃത്തികെട്ടവനാണെന്ന് അമ്മയ്ക്കറിയോ? മൂക്കറ്റം കുടിക്കും, പിന്നെ പല പല ചീത്ത സ്വഭാവം ഉണ്ട്. അതൊക്കെ ഞാൻ അമ്മയോട് എങ്ങനെ പറയും? അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്.
ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഓഹോ, തീരുമാനം എടുത്തു കഴിഞ്ഞല്ലേ? ഉം. എന്നാ നമുക്ക് കാണാം. INSP ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. ഇറങ്ങി മക്കളെ, ഇറങ്ങി വരൂ. ഇറങ്ങി മോനെ. വരൂ. കാലക്കറി ചെറുതൊക്കെ ഇങ്ങ് തരൂ. പയ്യറണ. ദേ, അച്ഛൻ വരുന്ന അച്ഛൻ. പറ്റ സാരമില്ല. അച്ഛാ, ഞാൻ നോക്കിയപ്പോ ഇതാ കൂടുതൽ സൗകര്യം. നമ്മളൊന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം 7 ട്രാൻസ്ഫർ എനിക്ക് ഒത്തു കിട്ടി. ദോഷം പറയരുതല്ലോ. ഞങ്ങൾക്കും പിള്ളേരും കുറച്ച് നാട് കാണാൻ പറ്റി. ഇനി ഒരു വിശ്രമ ജീവിതം നയിച്ചാലോന്ന് ആലോചിക്കുക. അച്ഛാ, കുട്ടികളെ ഇവിടെ അടുത്ത് ഏതായാലും സ്കൂളിൽ ചേർക്കാച്ചാ. അപ്പൂപ്പന് നമസ്കാരം പറ മക്കളെ, നോക്കിക്കാതെ. അമ്മ എന്ത് ചേച്ചാ? വാ, അമ്മമ്മയെ കാണിച്ചു തരാം. അകത്തുണ്ടല്ലോ. അമ്മേ, മകളെ. അമ്മ. ചേച്ചി ചെറിയമ്മ ഇതാ. ആ, നിങ്ങൾ ചെറിയമ്മയോട് അകത്തോട്ട് പോയിക്കോളൂ. ഓ, ഒരു സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ. ഞാനിപ്പോ സസ്പെൻഷനില്ല. കുട്ടനാട്ടി വെച്ചാ ഇങ്ങേരെ അത് സാധിച്ചെടുത്തത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് INSP-കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന INSP-കാരനെ നേരം വെളുക്കോളം പിടിച്ചങ്ങ് തല്ലി. അതോടെ എന്റെ നാട് ചുറ്റിൽ നിന്നു. സസ്പെൻഷൻ കിട്ടിയപ്പോ സുഖം. ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി ഇവിടെ കൂടാന്ന് ഞാനാച്ചാ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവ്? നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളമാരും വലിയൊരു വീടും. ആനന്ദേട്ടാ, ഓ. സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാൽ മതി കേട്ടോ. ആ. എനിക്ക് ഈ സാധനങ്ങളും കെട്ടി തൂക്കി എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ. അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി. അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛാ, ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ 875 രൂപ കൊടുക്കണം. കൊടുത്തേക്കണേ. ആ, ദേ അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും, കൊടുക്കണ്ട. എന്താ നോയിക്കൊണ്ടിരിക്കുന്നേ? വന്ന് കുളിക്കുന്നേ. അത് പറയണ്ടേ. എന്നാ പിന്നെ എങ്ങനെയാവട്ടെ, നാളെ കാണാം. ശരി. ചേച്ചിയെ പോന്നു. ഇന്ന് കാലത്താ മോനെ. ആങ്ങളമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ. നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ. ആനന്ദേട്ടനും കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ ചേച്ചി? പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആഹാ, അളിയനും ഉണ്ടായിരുന്നോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞോ കുഞ്ഞളിയ? ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാഴ്ചയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ഒരു കമ്പി അടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാലത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ കണ്ടേ. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ? ഇവിടെ വേറെ മുറിയില്ലേ? ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കുറെ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്. വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. ഓ, എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കിടത്തിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ ആഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇല്ലെന്ന് വെച്ചാ കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കെടുത്തിരിക്കെ. അവിടെ ലത ചേച്ചിയുടെ കുട്ടികൾ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നരകത്തിൽ പോയി കിടക്കും?